ഓപ്പൺ ഏജൻറ്റ് സായി കൃഷ്ണ. ആള് 3 ഇയേഴ്സായിട്ട് ഇതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയാം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കയറണം ആ ഒരു ആൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ പുറത്തിരുന്നുള്ള വീഡിയോസും മറ്റും കാറിലിരുന്നുള്ള റിയാക്ഷൻ വീഡിയോസും മറ്റും കണ്ടപ്പോഴും ഞാനും സായിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. സായി ഈ സമയത്ത് കയറിയിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ള രീതിയിലൊക്കെ ഞാനും എൻ്റെ പേജിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫയൽ കാർഡായിട്ട് സായി കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് സായി കയറി. ഇപ്പോൾ ജിൻഡോയും സായിയും തമ്മിലുള്ള കോൺവെർസേഷനിൽ ജിൻഡോ ചോദിക്കുന്നുണ്ട് സായി എന്താ വീക്ക് എന്ന് പറയുമ്പോൾ സായിയുടെ മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത്. സായി പറയുന്നുണ്ട് ഞാൻ വീക്കാണ്, എനിക്കറിയാം, പക്ഷെ ഞാൻ സംസാരിച്ച് തുടങ്ങിയ തെറിയും ആരെങ്കിലും അടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. താൻ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് എൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയത്? ജപിക്കാൻ പോയതാണ്. എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുകയാണ്. 3 കൊല്ലമായിട്ട് അവിടെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ബിഗ് ബോസ് കാണാതെ റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്ത് അടിയും പിടിയും തടയൊക്കെ കണ്ടിട്ടല്ലേ താൻ അതിൻ്റെ ഉള്ളിലോട്ട് ഓടിച്ചാടി അവിടെ ഉള്ളിൽ പോയത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഞാൻ സംസാരിച്ചാൽ പ്രശ്നമാവും, ഞാൻ ആരെങ്കിലും തല്ലിയിട്ട് പുറത്തോട്ട് വരും, ഇത് പറയാനാണെങ്കിൽ പിന്നെ പുറത്തിരുന്ന് ഏഷ്യനേറ്റുകാർ വിളിച്ചപ്പോൾ പറഞ്ഞുകൂടായിരുന്നു എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ കയറി കഴിഞ്ഞാൽ തെറി പറയും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അടിക്കും, അതുകൊണ്ട് ഞാൻ വരണില്ല എന്ന്. ഇത് ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം, കഷത്തിലുള്ളത് പോകാനും പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലുള്ള ക്യാരക്ടറാണ് താൻ കാണിച്ചത്. അതിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാതെ സായിക്ക് ജസ്റ്റ് ഒരു ടാഗ് ലൈനാണ് വേണമെന്നുണ്ടെങ്കിൽ അധികം കാലം സായിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ സായിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് സായി സൈലൻ്റ് ആകുമ്പോൾ സായി ആൾക്കാർ ഇഗ്നോർ ചെയ്ത് തുടങ്ങും. ഇന്നലെ തന്നെ പൂണ്ട് വിളയാടുമായിരുന്നു ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ, അല്ലേ? എന്തെങ്കിലും ഒരു അക്ഷരം സായി അതിനകത്തേക്ക് സംസാരിക്കുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്തോ? സായി എന്താ വിചാരിച്ചത്? സായിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ ബിഗ് ബോസ് ഓരോ പ്രശ്നം ഇങ്ങനെ ഇട്ടിട്ട് ഇന്നാ മോനെ പ്രശ്നം എന്ന് പറഞ്ഞ് കൊണ്ടുതരുമൊന്നും ഇല്ല. അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തർ സ്കോർ ചെയ്യണം. കണ്ടന്റ് അനുസരിച്ച് അവിടെ ആരോടാ എന്താ സംസാരിക്കുന്നത് അതിനെ അവിടെ കയറി സംസാരിക്കണം, സ്പേസ് ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യണം. അതല്ലാതെ എന്നിലോട്ട് വരുന്ന പ്രശ്നങ്ങൾ പകുതിയും ഒഴിച്ചു വിട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ തെറി പറയാൻ മതി, അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണോ? നല്ല വിളയമ്മയുള്ള പരിപാടിയാണോ? അങ്ങനെയുള്ളൊരു പരിപാടിക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ സായി വീക്ക് ആണെന്നുള്ളൊരു സംഭവമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു നോ ദാറ്റ് യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് യു നോ ഐ എം എ വീക്ക് എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനോട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടാഗ് ലൈൻ്റെ ഒപ്പം തന്നെ നല്ല പ്ലെയർ എന്നുള്ള രീതിയിലാവുമ്പോഴാണ് കുറച്ചും കൂടി വൈബാവുക. അകത്ത് കയറിയിട്ട് മിണ്ടാണ്ടിരിക്കുക, പുറത്ത് വീഡിയോയിൽ കാറിലിരുന്നിട്ട് അറിഞ്ഞും പുറഞ്ഞും സംസാരിക്കുക, അത് എന്ത് സ്വഭാവമാണ്? അപ്പോൾ ഏതാണ് ശരിക്കുള്ള റിയൽ സായി കൃഷ്ണ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലെ ജാസ്മിനൊക്കെ സംസാരിച്ചിട്ടും എന്തുകൊണ്ടാണ് സായി മിണ്ടാണ്ടിരുന്നത്? അല്ലെങ്കിൽ ഇപ്പം സിബിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു ഇത് കാണിച്ചപ്പോഴും സായിയുടെ ഭാഗത്തുനിന്ന് ഒന്നും കണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ സംസാരിക്കണം, റിയാക്ട് ചെയ്യണം. കാരണം ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നിലോട്ട് പറഞ്ഞ പ്രശ്നം മാത്രമേ ഞാൻ സംസാരിക്കൂ. ആ പ്രശ്നമാണെങ്കിൽ ഞാൻ ഡെപ്ത് നോക്കിയിട്ട് സംസാരിക്കുള്ളൂ. ഞാൻ അടുത്തന്നെ പുറത്താവും, തെറി പറഞ്ഞാൽ തല്ലിയാലെന്നൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്താവും. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പേടിച്ചിരിക്കുക എന്നാണ് എൻ്റെ ഒരു അവസ്ഥ വരുന്നത്. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അധികം കാലം സായിക്ക് ഈ ഒരു ഫേസ് വെച്ച് നിൽക്കാൻ പറ്റില്ല. യു ആർ ആക്ടിങ് ആസ് എ ഫേക്ക്. കാരണം സായിയുടെ ക്യാരക്ടർ തെറി പറയാൻ മടിക്കലേക്കാണ്. എന്നിട്ട് ഇപ്പം മിണ്ടാണ്ടിരിക്കുകയാണ്. യു ആർ എ ഫേക്ക് പേഴ്സണാലിറ്റി. ശരിക്കുള്ള ആ ഒരു സിറ്റുവേഷൻ പുറത്തേക്ക് വരും. കാരണം ഇത് ബിഗ് ബോസ് ഹൗസാണ്. 50 ഡേയ്സ് കഴിയുമ്പോഴേക്കൊക്കെ അതുവരെ സായി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കളി മുറുകും. അപ്പോൾ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. അപ്പോൾ വൃത്തിക്ക് കളിച്ച് കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യണം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, എല്ലാം ചെയ്തിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇറ്റ്സ് എ മൈൻഡ് ഗെയിം ഓർ ഓവർ ദാറ്റ് ഫിസിക്കൽ ഗെയിം. അപ്പോൾ അതൊന്നും അറിയാതെ എൻ്റെ അകത്ത് പോയിട്ട് എന്ത് തേങ്ങ കാണിച്ചുകൊണ്ടിരിക്കുക?